അംറിന്റെ ജവാബിൽ വന്ന മുലാരിയായ ഫീലാണ് ഏത്? തഫ്ഹം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഒരു മുലാരിയായ ഫീല് വരും. ഉദാഹരണം ഇജിലിസ്, നീ ഇരിക്ക്. ഇൻ തജിലിസ്, നീ ഇരുന്നാൽ. തസ്തരിഹ്, നിനക്ക് എന്ത് കിട്ടും? റാഹത്ത് കിട്ടും. അപ്പൊ പദത്തിൽ ഏതാ ഉണ്ടാവുള്ളൂ? ഇജിലിസ്, തസ്തരിഹ്. ഇസ്തറഹ, ഇസ്തറാഹ, യസ്തരിഹു. അപ്പൊ എങ്ങനെ പറയാ? തസ്തരിഹ്. അപ്പൊ എന്തുണ്ടാവും? ഇജിലിസ് തസ്തരിഹ്, നീ ഇരിക്ക്, നീ എന്താക്കും? നിനക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. അപ്പൊ ഈ തസ്തരിഹ് എന്നുള്ളതാണ് ഏതിന്റെ ജവാബ്? അംറിന്റെ ജവാബ്. അവിടെ ഷർത്തിനെ കളഞ്ഞു പോയിട്ടുണ്ടാവും. ഏതാ ഷർത്ത്? ഏതാ? ഇൻ ഇജിലിസ്, നീ ഇരിക്ക്. ഇൻ തജിലിസ്, നീ ഇരുന്നാൽ. ഇൻ തജിലിസ്, നീ ഇരുന്നാൽ. തസ്തരിഹ്, നിനക്ക് ആശ്വാസം കിട്ടും. ഇതാ പറയുന്നതാ, ഇതാ വഖഅൽ മുളാരിഉ, മുളാരി സംഭവിച്ചാൽ. ജവാബല്ലി ത്വലബി, ത്വലബിന്റെ ജവാബായിട്ട് സംഭവിച്ചാൽ. ജുസിമ, ആ മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യപ്പെടും. എന്താ പറയണേ? ഇതാ വഖഅൽ മുളാരിഉ, മുളാരി സംഭവിച്ചാൽ. ജവാബല്ലി ത്വലബി, ത്വലബിന്റെ ജവാബായിട്ട് സംഭവിച്ചാൽ. ജുസിമ, എന്താ അർത്ഥം? ആ മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യപ്പെടും. ഇനി ത്വലബ് എന്ന് പറഞ്ഞില്ല, ഏതൊക്കെ പെട്ടു? അതാ പറയണേ. വമിൻ അൻവാഇ ത്വലബി, ഏതിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്? ത്വലബിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഏതൊക്കെ? അംറും നഹിയും. എന്ന് പറഞ്ഞാൽ അംറിന്റെ ജവാബിന് മുളാരിയാ ഫീലിന് ജസ്മ് കിട്ടും. നഹിന്റെ ജവാബിലും എന്ത് കിട്ടും? മുളാരിയാ ഫീലിന് എന്ത് കിട്ടും? ജസ്മ് കിട്ടും. നോയിക്കോളി. യഅമൽ അമലൻ സാലിഹൻ, എന്താ അർത്ഥം? നീ നല്ല അമലുകൾ ചെയ്യ്. നീ നമ്മളവിടെ ഷർത്തുണ്ട്, നീ അങ്ങനെ ചെയ്താൽ. തദ്ഖുലിൽ ജന്ന, നീ എവിടെ പ്രവേശിക്കും? സ്വർഗ്ഗത്തിൽ. അവിടെ കണ്ടോ? യഅമൽ എന്നുള്ള ഫീലിന്റെ ജവാബാണ് ഏത്? തദ്ഖുൽ. അപ്പൊ അവിടെ ഷർത്ത് കളഞ്ഞു പോയിക്കണേ. എന്താ ഷർത്ത് ഉണ്ടാകുക? ഇന്നഅമൽ അമലൻ സാലിഹൻ തദ്ഖുലിൽ ജന്ന, നിനക്ക് എവിടെ പ്രവേശിക്കാം? സ്വർഗ്ഗത്തിലെ പ്രവേശിക്കാം. അപ്പൊ അംറിന്റെയും നഹിയുടെയും ജവാബിൽ വരുന്ന മുളാരിയായ ഫീലിന് എന്ത് കിട്ടും? ജസ്മ് കിട്ടും. ഉദാഹരണം യഅമൽ, നീ പ്രവർത്തിക്ക്. അമലൻ സ്വാലിഹൻ, നല്ല പ്രവർത്തനങ്ങളെ. എന്നിട്ട് അവിടെ ഒരു ഷർത്ത് ഉണ്ടാവും. ഇൻ തഅമൽ അമലൻ സ്വാലിഹ, നീ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ. തദ്ഖുലിൽ ജന്ന, നീ എന്താക്കും? സ്വർഗത്തിലെ പ്രവേശിക്കും. ഇനി അടുത്തത്, ഇതിപ്പോ അംറിന്റെ ജവാബാണ്. ഇനി നഹിന്റെ ജവാബ് ഇതാ വരണേ. ലാ തഖ്സൽ, നീ എന്ത് കാണിക്കരുത്? മടി കാണിക്കരുത്. ഖസല യഖ്സലു തഖ്സലു. നഹിന്റെ ലാ വരുമ്പോ എങ്ങനെ വായിക്കുക? ലാ തഖ്സൽ, നീ എന്ത് കാണിക്കരുത്? എന്ത് കാണിക്കരുത്? മടി കാണിക്കരുത്. അങ്ങനെ നീ മടി കാണിക്കാതിരുന്നാൽ. തൻജഹ്, നീ എന്താക്കും? വിജയിക്കും. വിജയിക്കും. അവിടെ അപ്പൊ അവിടെ ഷർത്ത് കളഞ്ഞു പോയി. എന്തേ കാരണം ഷർത്ത്? ഇല്ലം തഖ്സിൽ. എന്ത്? ലം തഖ്സിൽ. ഇല്ലം തഖ്സിൽ എന്താ അർത്ഥം? നീ എന്ത് കാണിച്ചിട്ടില്ലെങ്കിൽ? മടി കാണിച്ചിട്ടില്ലെങ്കിൽ. തൻജഹ്, നീ എന്താക്കും? വിജയിക്കും. വിജയിക്കും. അപ്പൊ ലാ തഖ്സൽ, നീ മടി കാണിക്കരുത്. അതാണ് നഹി. അതിന്റെ ജവാബാണ് തൻജഹ്, നീ വിജയിക്കും. അപ്പൊ അവിടെ ഈ ലാ തഖ്സൽ എന്നതിന്റെ ജവാബാണ് ഏത്? തൻജഹ്. അതിലുള്ള ഷർത്ത് എന്ത് ചെയ്തിക്കണ്? കളഞ്ഞ് പോയിക്കണ്. ഇല്ലം തഖ്സൽ, എങ്ങനെ ഉണ്ടാകുക? കസല യഖ്സുലു എന്നുള്ളതിന് എങ്ങനെ എടുക്കുക? ഇല്ലം തഖ്സുൽ, തഖ്സൽ, നീ എന്തായിട്ടില്ലെങ്കിൽ? മടി കാണിച്ചിട്ടില്ലെങ്കിൽ. തൻജഹ്, നീ എന്താക്കും? വിജയിക്കും.
ഇതാ ഇതിലിതാ ജവാബ് ഇതാ വരുന്നു ഇഷ്ടം പോലെ. അയ്യിൻ നീ വ്യക്തമാക്കണം. ജവാബ ത്വലബി എന്തിന്റെ ജവാബിനെ? അമ്രിന്റെ ത്വലബില് 2 എണ്ണം പെട്ടു. അമ്രും പെട്ടുക്കണേ, നഹിയും പെട്ടു. നെയ്യും പെട്ടു. വേറെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇതിൽ 2 എണ്ണം ഇയാൾ പറയുന്നുള്ളൂ. വൽബിതുഹു ബിശ്ശക്കിലി അർക്കത്ത് കൊടുക്കണം. ഇതാ ഇജ്ലിസ് നീ ഇരിക്ക്. അങ്ങനെ നീ ഇരുന്നാൽ നസ്മഅ അൽ അഖ്ബാറ നമ്മൾക്ക് ഏത് കേൾക്കാം? വാർത്തകൾ കേൾക്കാം. കണ്ടോ, ഇജ്ലിസ് പറഞ്ഞ അമ്രിന്റെ ജവാബാണ് ഏത്? നസ്മഅ. അപ്പൊ അവിടെ ഷർത്തിനെ നമ്മൾ എങ്ങനെയാ സങ്കല്പിക്കുക? ഇൻ തജ്ലിസ് നീ ഇരുന്നാൽ നസ്മഅൽ അഖ്ബാറ ഏത് കേൾക്കാം? വാർത്ത കേൾക്കാം. അവിടെ അൽ അഖ്ബാർ വന്നതുകൊണ്ടാണ് നസ്മഇ എന്ന് വായിക്കണം കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ വായിക്കണം? നസ്മഇ എന്ന് വായിക്കണം. അവിടെ ശേഷം അലിഫ് ലാം വന്നതുകൊണ്ടാണ് നസ്മഇ എന്ന് വായിക്കുന്നത്. പിന്നെ ഖിഫ് നീ നിർത്ത്. അങ്ങനെ നീ നിർത്തിയാൽ നഖ്റഅ ഹാദൽ ഇഅ്ലാന എന്താർത്ഥം? നമ്മൾക്ക് ഈ പരസ്യം എന്താക്കാം? വായിക്കാം. കണ്ടോ, വഖഫ യഖീഫു അതിന്റെ കൽപ്പനക്രിയയാണേത്? അതിന്റെ ജവാബാണേത്? നഖ്റഅ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ഷർത്ത് എടുക്കുക? ഖിഫ് നീ നിർത്ത്. കണ്ടോ, നീ നിർത്തിയാൽ നഖ്റഅ ഹാദൽ ഇഅ്ലാന ഈ പരസ്യം നമ്മൾക്ക് വായിക്കാം. അപ്പൊ അവിടെ ഏതിനെ കളഞ്ഞു വായിക്കണത്? ഇൻ തഖിഫ്. മറ്റോടത്ത് ഇൻ തജ്ലി എന്ന് പറഞ്ഞാൽ അംറിന്റെ നഹിന്റെ ജവാബില് വരുമ്പോ അതിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരു ഷർത്തിനെ അതിന്റെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാകും? കളഞ്ഞിട്ടുണ്ടാകും. ദാ സുർനി നീ എന്നെ സന്ദർശിക്ക്. അങ്ങനെ നീ എന്നെ സന്ദർശിച്ചാൽ അസുർക ഞാൻ നിന്നെ സന്ദർശിക്കും. കണ്ടോ, സാറ യസൂറു തസൂറു അസൂറു. അപ്പൊ സുർനി നീ എന്നെ സന്ദർശിക്ക്. സാറ യസൂറു നമ്ര. ഞാൻ അവിടെ നമ്മൾ ഷർത്ത് എടുക്കും. ഇൻ തസുറുനി ഇൻ നീ എന്നെ സന്ദർശിച്ചാൽ അസുറുക ഞാൻ നിന്നെയും സന്ദർശിക്കും. ആണോ, അസുർ അതാ മുളാരിയാണ്. അസൂർ എന്നുണ്ടാവും. 2 ജസ്മു വന്നപ്പോ ഏത് പോയതാണ്? വാവ് പോയതാണ്. അസൂർ എന്ന് പറഞ്ഞുകൊടുത്ത അസൽ എങ്ങനെ ഉണ്ടാകും? അസൂർ നല്ല ഉണ്ടാകുക. പിന്നെ എങ്ങനെ ഉണ്ടാകുക? സാറ യസൂറു തസൂറു അസൂറു. പക്ഷെ അസൂറിന് ജസ്മു വരുമ്പോ ഏത് പോണം? വാവ് പോണം. എന്തിനാ വാവ് പോണേ? ആ വാവിനും ജസ്മാണ്, റായിനും ജസ്മാണ്. അപ്പൊ എത്ര സുക്കൂൻ വരും? ഇൽത്തിഖാഉ വരും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പോണത്. പിന്നെ താൽ ഇവിടെ വാടാ. അങ്ങനെ നീ വന്നാൽ രണ്ട് സുക്കൂൻ അടുത്ത് വരുന്നില്ലേ? അതിനെന്താ അമ്ര എഴുതുമ്പോ അവിടെ അല്ലല്ലോ ഇപ്പൊ നമ്മളെ പ്രശ്നം. അല്ല അത് പ്രശ്നമല്ലേ? അമ്രന്നല്ല 2 അമ്ര എന്നൊക്കെ നമ്മൾ പറയാന്നുള്ളൂ. ശരിക്കും അമ്രും നമ്രൻ അമ്രിന്നേ വായിക്കാൻ പാടുള്ളൂ. ഏതായാലും അമ്ര എന്ന് വരാൻ പാടില്ല. കാരണം ഇസ്മുകളിൽ ഏത് വരാൻ പാടില്ല? ജസ്മു വരാൻ പാടില്ല. ഫീലുകളിൽ ഏത് വരാൻ പാടില്ല? ഫീല് വരാൻ പാടില്ലാത്ത ഇറാബേദ ഫീലിൽ വരാൻ പാടില്ലാത്ത ഇറാബേദ ഫീലില് ഒരിക്കലും വരാൻ പാടില്ലാത്ത അതേപോലെ ഇസ്മിൽ വരാൻ പാടില്ലാത്തതാണ് ഏത്? ജസ്മ്. അതാ താൽ നീ വാ. അങ്ങനെ നീ വന്നാൽ നദ്ഹബ് നമ്മൾക്ക് പോകാം ഇല സൂഖി അങ്ങാടിയിലേക്ക്. താൽ നീ വാ. എന്താ എങ്ങനെ ഷർത്ത് എടുക്കുക? തആലായ തആലാത തആല. അപ്പൊ എന്താ അങ്ങനെ ഉണ്ടാകുക? ഇൻ തആൽ ഇൻ തആൽ എന്നുള്ളത് അതിന്റെ അമ്ര. തആല അല്ലാഹ് എന്ന് പറയില്ലേ? ഖുർആൻ കേൾക്കലില്ലേ? തആല അല്ലാഹ്.
അള്ളാഹു ഉന്നതനായിരിക്കുന്നു. ആ തആല എന്നുള്ളതിന്റെ അമ്രാണേത്? തആൽ. തആൽ. അപ്പൊ തആലായ തആല തതആല എന്ന് വരും. എങ്ങനെ പറയാൻ പാടുള്ളൂ? തതആൽ. ഇൻ തതആൽ ഇൻ തതആൽ നദ്ഹബ് ഇല സൂഖി. പിന്നെ ഇജ്തഹിദ്, നീ പരിശ്രമിക്ക്. അങ്ങനെ നീ പരിശ്രമിച്ചാൽ തൻജഹ്, നീ എന്താക്കും? വിജയിക്കും. വിജയിക്കും. അപ്പൊ എങ്ങനെ ഷർത്ത് എടുക്കുക? ഇൻ തജ്തഹിദ്. ഇൻ തജ്തഹിദ്, നീ പരിശ്രമിച്ചാൽ തൻജഹ്, നീ വിജയിക്കും. ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അങ്ങനെ നീ പങ്കു ചേർക്കാതിരുന്നാൽ തദ്ഖുലിൽ ജന്നത, നിനക്ക് എവിടെ പ്രവേശിക്കാം? എന്താ? സ്വർഗ്ഗത്തില് പ്രവേശിക്കാം, പ്രവേശിക്കും. അവിടെ കണ്ടോ? ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇനി എങ്ങനെ അതിന് ഷർത്ത് ഉണ്ടാക്കുക? ഇൻ തുശ്രിക് ബില്ലാഹ് അറിയാൻ പറ്റില്ല, ലം ചേർത്ത് കൊടുക്കണം. ലം തുശ്രിക്. ലം തുശ്രിക് ബില്ലാഹ്, ഇൻ ലം തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നാൽ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ എന്താ പറയണത്? അംറ് ഫീലിന്റെയും നഹിയുടെയും ജവാബിൽ വരുന്ന മുലാരിയായ ഫീലിന് എന്ത് കിട്ടും? എന്ത് കിട്ടും? ജസ്മ കിട്ടും. ജസ്മ കിട്ടും. ആ ജസ്മ കിട്ടുമ്പോ നമ്മൾ എന്താക്കണം? അതിന്റെ മുമ്പ് ഒരു ഷർത്തിനെയും ഒരു ഫീലിനെയും എന്താക്കണം? കളയണം. ഇജ്ലിസിൽ നിന്ന് ഇൻ തജ്ലിസ്. പിന്നെ ഇദ്ഹബിൽ നിന്ന് എങ്ങനെ ഷർത്ത് എടുക്കുക? ഇൻ തദ്ഹബ്. അങ്ങനെ ഇതാ ഖുർആന്റെ ആയത്ത് വന്നിക്കണ്. വഖാല റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ. ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ. എങ്ങനെ അമ്ര വരിക? ആ ഉദു എന്നുള്ളതിന്റെ ബഹുവചനാണേത്? അപ്പൊ വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ. ഞാൻ ഇതെങ്ങനെ ഇതിനെ ഷർത്ത് എടുക്കുക? നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകും? ഉത്തരം നൽകും. അവിടെ കണ്ടോ? അസ്തജിബ് എന്ന മുലാരിക്ക് എങ്ങനെ ജസ്മ കിട്ടിയത്? അതെ, ഇതിന്റെ ജവാബാ ഉദൂനി എന്ന അംറിന്റെ ജവാബിലാണ്. എന്താ പറയണേ? ഖാല മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. ആരോട്? ലില്ലാഹി തആല, ഉന്നതനായ അള്ളാഹുവിനോട് മൂസാ നബി പറഞ്ഞു. റബ്ബി അരിനി അൻളുറു ഇലൈക, റബ്ബി, എന്റെ റബ്ബേ, അരിനി, നീ എനിക്ക് കാണിച്ചുകൊണ്ടാ, നീ എനിക്ക് അറാ അരി, ഇത് തിന്നണ അരി അല്ല. അറാ കാണിച്ചു കൊടുത്തു, യുരി കാണിച്ചു കൊടുക്കും. അതിന്റെ കൽപ്പനക്രിയാണ് ഏത്? അരി. അരി അവിടെ എങ്ങനെ ഉണ്ടാവും? ശരിക്ക് അരി എന്നുണ്ടാവും. ആഖിർ മുഅ്തല്ലായ ഫീലിന്റെ അംറ് എങ്ങനെയാണ്? ആഖിറിനെ കളഞ്ഞിട്ടാണ്. അപ്പൊ അവിടെ അരി എന്നുണ്ടാവും. അരി നീ, എനിക്ക് നീ കാണിച്ചുകൊണ്ടാ, അങ്ങനെ നീ എനിക്ക് കാണിച്ചു തന്നാൽ. ഇൻതുരിനി, എന്താ അർത്ഥം? ഇൻതുരിനി, നീ എനിക്ക് എന്താക്കി തന്നാൽ? കാണിച്ചു തന്നാൽ. അൻളുർ ഇലൈക, ഞാൻ നിന്നിലേക്ക് നോക്കും. കണ്ടോ?
അൻളുർ ഞാന് നല്ലറ അൻളുറു തന്നുറു തന്നുറു അൻളുറു അവിടെ കണ്ടോ അൻളുർ ആ മുലാരിക്ക് എങ്ങനെ ജസ്മ് കിട്ടിയത് അരി എന്ന് പറയുന്ന അംറിന്റെ ജവാബിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് ജസ്മ് കിട്ടിയിരിക്കുന്നത് അപ്പൊ റബ്ബി അരിനി ഇൻതുരിനി നീ എനിക്ക് കാണിച്ചു തന്നാൽ അൻളുറു ഇലൈക ഞാൻ എന്താക്കും നിന്നിലേക്ക് നോക്കും ഞാൻ നിന്നിലേക്ക് നോക്കും ഇതാ ഒരു ഹദീസും കൂടി ഇതാ പറയണേ ഫി ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട് യഹ്ഫളില്ലാ മനുഷ്യ നീ അല്ലാഹുവിനെ സൂക്ഷിക്ക് അങ്ങനെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫളുക അവൻ നിന്നെയും സൂക്ഷിക്കും കണ്ടോ യഹ്ഫളിന്റെ മുദാരി അതിന്റെ ജവാബിൽ വന്നതാ യഹ്ഫളിന്റെ എങ്ങനെ ഷർത്ത് എടുക്കുക അല്ലാഹുവിനെ സൂക്ഷിക്ക് നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫളുക അവൻ നിന്നെയും സൂക്ഷിക്കും പക്ഷെ ആ ഷർത്ത് അവിടെ ഉണ്ടാവൂല ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ ജവാബേ ഉണ്ടാവുള്ളൂ അപ്പൊ അംറിന്റെ ജവാബിൽ അല്ലെങ്കിൽ നഹിയുടെ ജവാബിൽ മുലാരിയായ ഫീലിന് ജസ്മ് കിട്ടുമ്പോ അവിടെ ഏതുണ്ടാവൂല ജസ്മ് ചെയ്ത അദാത്ത് ഉണ്ടാവൂല ഷർത്ത് ഉണ്ടാവൂല ഏതുണ്ടാകും ജവാബ് ഇനിതാ പറയണേ മനുഷ്യ നീ അല്ലാഹുവിനെ സൂക്ഷിക്ക് അങ്ങനെ നീ സൂക്ഷിച്ചാൽ തജിദ്ഹു അവനെ നിനക്ക് കാണാം തുജാഹക ഐ അമാമക എവിടെ മുമ്പിലായിട്ട് നിനക്ക് അവനെ കാണാം കണ്ടങ്ങള് യഹ്ഫള് അറിയണതിന്റെ ജവാബാണേത് ജസ്മാവുമ്പോ എങ്ങനെ വായിക്കണം അപ്പൊ യഹ്ഫൾ എന്ന് പറയുന്ന അംറിന്റെ ജവാബിൽ ആർക്ക് ജസ്മ കിട്ടി തെജിദ് എന്ന് പറയുന്ന മുലാരിയ ഫീലിന് ജസ്മ കിട്ടി പിന്നെ അക്മിൽ കുല്ല ജുംലത്തി മിമ്മാ യഅതി ഫിൽ ഫീലി അമാമഹ ഇവിടെയുള്ള ഫീൽ കൊണ്ട് ജവാബിനെ ഉണ്ടാക്കണം നിങ്ങൾ അക്മിൽ നീ പൂർത്തിയാക്ക് കുല്ല ജുംലത്തിൻ എല്ലാ ജുംലനെയും നീ പൂർത്തിയാക്കണം മിമ്മാ യഅതി താഴെ വരുന്നതിൽ നിന്ന് എന്തുകൊണ്ട് പൂർത്തിയാക്കണം ബിൽ ഫീലിൽ മക്തൂബി അമാമഹ ഇവകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഫീൽ കൊണ്ട് പൂർത്തിയാക്കണം ഉദാഹരണം കിഫ് നിന്ന് അംറിൽ നിന്ന് ഒരു ജവാബിന് ഏതിൽ നിന്ന് എടുക്കണം കിതാബിനെയാണ് എടുക്കുന്നത് അഷ്തരിയാണ് വെറുബ് അപ്പൊ എങ്ങനെ കൊണ്ടുവരിക കിഫ് എന്താക്ക് നിർത്ത് അപ്പൊ ഇനി എങ്ങനെ പറയാ ഷർത്ത് എങ്ങനെ എടുക്കുക എങ്ങനെ എടുക്കുക ഷർത്ത് എങ്ങനെ എടുക്കുക കിഫ് നീ നിർത്ത് കിഫ് എന്നുള്ളതിന് ഒരു ഫീലിനെ കൊണ്ടുവരട്ടെ അതാണ് ശരി ഇൻതഖിഫ് നീ നിർത്തിയാൽ ഇനി എങ്ങനെ വായിക്കേണ്ടത് അഷ്തരി എന്നാണോ അതോ അഷ്തരി എന്നാണോ എങ്ങനെ വായിക്കണ്ടേ അഷ്തരി കാരണം എന്താ ആഫ്ര മുഴുത്തല്ലാണ്ടാ കളഞ്ഞോട്ടാ അപ്പൊ എങ്ങനെ അർത്ഥം ഖിഫ് നീ നിർത്ത് ഇൻതഖിഫ് നീ നിർത്തിയാൽ അഷ്തരി ഞാൻ വാങ്ങും എന്തിനെ കിതാബൻ എന്തിനെ വാങ്ങും കിതാബിനെ വാങ്ങും തആൽ ഇങ്ങോട്ട് വാ ഇൻത തആല നീ ഇൻത തആല എന്താ അർത്ഥം നീ വന്നാൽ അകുല്ലക ശൈഅൻ ഞാൻ നിനക്ക് എന്തരാ ഒരു കാര്യം നിന്നോട് എന്താക്കി തരാ പറഞ്ഞു തരാ എങ്ങനെ തത്തെടുക്കുക താൽ എന്താ അർത്ഥം നമ്മള് ഷർത്തും ഫീലിന് എടുക്കൽ എങ്ങനെ നീ എന്താക്കിയാൽ വന്നാൽ ഇനി അതിന്റെ ജവാബാണ് അക്കൂലു എന്നുള്ളത് ജവാബാവുമ്പോ എങ്ങനെ പറയാ
അഖുൽ ഇൻ തതാല നീ വന്നാൽ അഖുല്ലക ഞാൻ എന്താക്കാ നിനക്ക് പറഞ്ഞുതരാം നിന്നോട് പറയാം ഷൈഅൻ ഇതിനെ ഒരു കാര്യത്തെ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ഈ പറയണ നിങ്ങൾക്ക് മനസ്സിലായിക്കണോ അതോ വെറുതെ തൊള്ളൊളിച്ചിരിക്കേ? ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾക്ക് ഓടിക്കണോ? അംറിന്റെയും നെഹിയുടെയും ജവാബിൽ ആർക്ക് ജസ്മ് കിട്ടും? മുളാരിയായ ഫീലിന് ജസ്മ് കിട്ടും. അങ്ങനെ ജസ്മ് കിട്ടുമ്പോ അതിന്റെ മുമ്പ് ആ ഷർത്തിൽ നിന്ന് നമ്മൾ എന്തിനെ പിടിക്കണം? ഒരു ഫീലിനെ പിടിക്കണം. എന്നിട്ട് ആ ഫീലിനെ എന്താക്കണം? പറയണമെന്നോ കളയണമെന്നോ? കളയണം. കളയണം. ആ ഇബ്ഹാസ് നീ അന്വേഷിക്ക്, അൻ ഹാദൽ കിതാബി ഈ പുസ്തകം നീ അന്വേഷിക്ക്, ഫിൽ മക്തബാത്തി എവിടെ? ലൈബ്രറികളിൽ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളുകളിൽ ഈ പുസ്തകം നീ അന്വേഷിക്ക്. അങ്ങനെ നീ അന്വേഷിച്ചാൽ അതിനെ കണ്ടെത്തും. എങ്ങനെ ഷർത്തെടുക്കുക? നീ അന്വേഷിച്ചാൽ തജിദുഹു ആ പുസ്തകത്തെ നിനക്ക് കണ്ടെത്താം. തജിദു എന്നല്ല വായിക്കുക. എങ്ങനെ വായിക്കുക? തജിദ്ഹു. ആ ഇസ്അലിൽ മുദരിസ നീ അധ്യാപകനോട് ചോദിക്ക്, അൻ ഹാദിൽ മസ്അല ഈ ചോദ്യത്തെ കുറിച്ച്. അങ്ങനെ നീ ചോദിച്ചാൽ അയാൾ നിനക്കത് വിശദീകരിച്ചു തരും. അപ്പൊ എങ്ങനെ പറയാ? ഇൻ തസ്അൽഹു എന്ന് പറഞ്ഞാ മതി. നീ അധ്യാപകനോട് ചോദിച്ചാൽ ആ അധ്യാപകൻ ആ മസൻ എന്താക്കി തരും? വിശദീകരിച്ച് തരും. അപ്പൊ ഇസ്അൽ എന്നുള്ള മുദാരിയായ ഫീലിന്റെ ജവാബിൽ വന്നതാണ് ആര്? യശ്റഹ്. പിന്നെ ഉദ്ഉല്ലാഹ് നീ അള്ളാഹിനോട് പ്രാർത്ഥിക്ക്. ഞാ എങ്ങനെ ഷർത്ത് എടുക്കുക? നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിനക്ക് എന്ത് ചെയ്യും? ചെയ്യും. അപ്പൊ അതാണ് ഇതിൽ പഠിപ്പിക്കണത് കേട്ടോ. പിന്നെ അതിന്റെ താഴത്തൊന്നും ഉണ്ടല്ലോ, പിന്നെ എടുക്കത് അതിന്റെ അടുത്ത പേജ് എടുക്കും. ആ നമ്മളെ കണ്ടല്ലോ, ആഹീൻ ആഹീൻ അത് നമ്മളെ വേദന എടുക്കുമ്പോ പറയണേ ഹാ ഹാ തന്നെയാണ് കേട്ടോ. അതിനെപ്പറ്റി പറയാണ്. ഇസ്മു ഫിഇലിൻ മുളാരിഇൻ ഇതിന്റെ അർത്ഥാണ് മുളാരിന്റെ മയനാക്കുള്ള ഇസ്മു ഫീലാണ്. എന്താ ഇസ്മു ഫീൽ പറഞ്ഞാൽ മുമ്പ് ഇപ്പൊ പഠിപ്പിച്ചിക്കണോ? ഇസ്മു ഫീൽ പറഞ്ഞാൽ എന്താ? ഫീലിന്റെ അർത്ഥം. ഫീലിന്റെ അർത്ഥം ഉണ്ടാവും, ഫീലിന്റെ ഒരു അടയാളം ഉണ്ടാവില്ല. അതാണ് ഇസ്മു ഫീൽ പറഞ്ഞ. ഫീലിന്റെ സംഭവ ഇസ്മാണ്, അർത്ഥം ഏതിൻ്റെതുമാണ്? ആഹിൻ ആഹിൻ ഇസ്മാണ്, പക്ഷേ അർത്ഥം ഫീലാണ്. ഇസ്മു ഫിഇലിൻ മുളാരിൻ മുളാരിയായ ഫീലിന്റെ മയനാക്കുള്ള ഇസ്മാണ്. ബി മയന അതവജ്ജഉ അതാണ് അതിന്റെ അർത്ഥം. എനിക്കെന്തൊരു വേദന, എനിക്കെന്തൊരു വേദന എന്നാണ് അതിന്റെ അർത്ഥം. അതവജ്ജഅ യതവജ്ജഉ പിന്നെ തതവജ്ജഉ അതവജ്ജഉ പിന്നെ വേദനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതവജ്ജഉ പറഞ്ഞാലോ ഞാൻ എന്താക്കുന്നു? ആ എന്താ അതവജ്ജഉവിന്റെ അർത്ഥം? ഹംസ ചേർന്ന് എന്തേക്കാരർത്ഥം? ഞാൻ വേദനിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താ? എനിക്ക് വേദന ഉണ്ട്, എനിക്ക് വേദന ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ആഹിൻ ആഹിൻ എന്നുള്ളത് മബ്നിയുൻ അലൽ കസ്രി
ഇതിന്റെ മേൽ മബിനിയാണ്, കസറിന്റെ മേലെ മബ്നി. മബിനിയാണ്. വഫായിലുഹു ആഹി എന്നുള്ള ഫീലിന്റെ ഫായില് ലമീറുൻ മുസ്തതിറുൻ വുജൂബ നിർബന്ധമായിട്ടും മറഞ്ഞിരിക്കേണ്ട ലമീറാണ്. തഖ്ദീറുഹു അതിന്റെ സങ്കല്പിക്കല് അന ഏതാണ്? ഞാൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ എന്താ? ആഹി എന്നുള്ളതിന്റെ തെർക്കീബ് പറയുമ്പോ എന്താ പറയാ? ഫീലുണ്ട്, ഏതുണ്ട്? ഫായിലും ആരാണ് അതിന്റെ ഫായില്? അന. ലമീറും മുസ്തതിറാണ്. ലമീർ മുസ്തതിർ. ആ ലമീർ മുസ്തതിറാണ് ഏത്? അന. തഖ്ദീറുമാണ്. അന. അതാവ ഫായിലുഹു അതിന്റെ ഫായില് ലമീറുൻ മുസ്തതിറുൻ വുജൂബ നിർബന്ധമായിട്ടും മറയേണ്ട ലമീറാണ്. തഖ്ദീറുഹു അതിനെ സങ്കല്പിക്കല് അനയാണ്. അപ്പൊ ആഹിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് വേദനിക്കുന്നു, എനിക്ക് വേദനിക്കുന്നു. അത്തവജ്ജഉ. പിന്നെ തമാരീനു ആമ്മ മൊത്തത്തിലുള്ള തംബരീനാണ്. ഹാത്തി നീ കൊണ്ടുവരണം. ജംഅൽ കലിമാത്തിൽ ആത്തിയത്തി താഴെ വരുന്ന പദങ്ങളുടെ എന്തിനെ കൊണ്ടുവരണം? ജമ്മിനെ ബഹുവചനത്തെ കൊണ്ടുവരണം. ആത്തി നീ കൊണ്ടുവാ. അതും ഇസ്മു ഫീലാണ്. അംറിന്റെ മയനാക്കുള്ള ഇസ്മു ഫീലാണ് ഏത്? ആത്തി. അതിന് കൽപ്പനക്രിയ മാത്രം ഉപയോഗമുള്ളൂ. ഏതില്ല? മാദി മുദാരി ഒന്നും ഇല്ല. എന്നാ അംറുണ്ട്. ഹാത്തി, ഹാത്തിയ, ഹാത്തു. ഹാത്തി, ഹാത്തിയ, ഹാത്തീന. അംറ് മാത്രം. വഫ്ദ് നിവേദന സംഘം. അതിന്റെ ബഹുവചനമാണേത്? വുഫൂദ്. വഫ്ദ്, വുഫൂദ്. വഫ്ദ് എന്താണ്? ജമ്മ് വുഫൂദ്. ഗിലാഫ് ചട്ട. അഗ്ലിഫത്ത്. രണ്ട് ജമ്മുണ്ട്. ഉൽഫുന്നുണ്ട്, അഗ്ലിഫത്തുന്നുണ്ട്. ഏതിന്? ഗിലാഫിന് രണ്ട് ജമ്മുണ്ട്. ഒന്ന് ഉൽഫ് അല്ലെങ്കിലോ അഗ്ലിഫത്ത്. ഫആമ് ജമ്മേതാ? അഗ്ലിഫത്ത് മാതിരി എങ്ങനെ ജമ്മുണ്ടാക്കുക? താമിന് അഗ്ലിഫത്ത് മാതിരി തന്നെ ജമ്മു വരിക. അപ്പൊ എങ്ങനെ പറയാ? അത്ഇമത്ത്. ഫആമ് അത്ഇമത്ത്. ജാറ് ജീറാന്. ജാറ് പറഞ്ഞ അയൽവാസി, ജീറാന് പറഞ്ഞാലോ അയൽവാസികള്. ഇദാറ് മതില്, ജിദൂറ് മതിലുകള്. ജിദാറ് പറഞ്ഞാൽ എന്താ? മതിലില്ലേ? ജുദൂറ്. ജിദാറ്, ജുദൂറ്. അടുത്തത് ഷഫത്ത് ചുണ്ട്. അതിന്റെ ബഹുവചനം എങ്ങനെ അറിയോ? ഷിഫാ ചുണ്ടുകൾ. ഷിഫാ കൂന്നുള്ള ഹാട്ടോ. അപ്പൊ എങ്ങനെ പറയാ? ഷഫത്ത് ഷിഫാഹ് ചുണ്ടുകൾ. മരീള് രോഗി, മർലാ രോഗികൾ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ബഹുവചനാണ്. നിങ്ങൾ അതിന്റെ ഏകവചനം കൊണ്ടുവരണം. ആത്തി മുഫ്രദൽ അസ്മായിൽ ആത്തിയ. താഴെ വരുന്ന പദങ്ങളുടെ മുഫ്രദ് എന്താക്കണം? കൊണ്ടുവരണം. അജിവിബത്ത് മറുപടികൾ. ഏതാ മുഫ്രദ്? ജവാബ്. ഖുദാമ പഴയവർ. പഴയവൻ. ഖുദാമ പഴയവർ. സുവാറ് സന്ദർശകർ. ഏതാ? സായിർ. സുവാറ്
സായിർ സന്ദർശകൻ, സുവാറ് സന്ദർശകർ. ആത്തി മുലാരിയൽ അഫ്ആലിൽ ആത്തിയ, താഴെ വരുന്ന ഫീലുകളുടെ മുലാരിയൊക്കെ പറയാനാ പറയുന്നത്. എത്രതൊക്കെ 1ാം ക്ലാസ്സിലെ കുട്ടികളോട് പറയുന്ന മാതിരിയാ. ആ ലബിസ യൽബസു, ലബിസ കേൾക്കണുണ്ടോ പറയണേ? യൽബസു. ആ കേൾക്കണില്ലേ? അണ്ടണ്ട് കേൾക്കണ്ട. ലബിസ യൽബിസു ആട്ടെ, യൽബസു അല്ല. ലബിസ യൽബിസു. കസില യക്സലു, കസില യക്സലു. ഫറഗ യഫ്റുഗു, സഖിറ യസ്ഖറു. എന്ത്? ലബിസ യൽബിസു, കസില യക്സലു, ഫറഗ യഫ്റുഗു. ഒഴിവാകുക. ലബിസ എന്ന് പറഞ്ഞാൽ ധരിച്ചു, കസില എന്ന് പറഞ്ഞാൽ മടിച്ചു, ഫറഗ എന്ന് പറഞ്ഞാൽ ഒഴിവായി, സഖിറ എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു. മുദാരി എങ്ങനെ വരിക? യസ്ഖറു, യസ്ഖറു. പിന്നെ വറസ നട്ടുപിടിപ്പിച്ചു. ഏതാ മുദാരി? വറസ. ആ വറസന്റെ മുദാരി പറയും. യഗ്റുസു. ഹസീന ദുഃഖിച്ചു. ഏതാ മുദാരി? ഹസീന ദുഃഖിച്ചു. ഏതാ മുദാരി? യഹ്സനു. പിന്നെ അഷ്റക ഏതാ മുദാരി? അഷ്റക. നോ 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 നോ, അഫല പാറ്റേൺ ആണ്. അപ്പൊ എങ്ങനെ മുദാരി വരിക? ശരിക്ക യഷ്റഖു, അഷ്റക അഫല പാറ്റേൺ വന്നാൽ മുദാരി യുഫീലു പാറ്റേണാ വരണ്ടേ. ലബിസ ധരിച്ചു, കസില മടിച്ചു, ഫറഗ ഒഴിവായി, സഖിറ കളിയാക്കി, വറസ നട്ടുപിടിപ്പിച്ചു, ഹസിന ദുഃഖിച്ചു, അഷ്റക ബില്ല പടച്ചവനിൽ ശിർക്ക് വെച്ചു, ഇസ്തജാബ എന്ത് ചെയ്തു? ഉത്തരം ചെയ്തു. ഇസ്തജാബ യസ്തജീബു. ആ പിന്നെ ഇനി ബാക്കി നാളെ എടുക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ നോമ്പോറ്റ ക്ഷീണമൊക്കെ ഉണ്ടാവൂലേ. വേറെന്താ? എന്താ വൈദ എന്റെ കൊടുവള്ളി എന്തോ കുറെ കുടുംബത്തെ ഭ്രഷ്ട് കൽപ്പിച്ചു എന്നൊക്കെ പറയുന്നേക്കണ്. കല്യാണത്തിന്റെ തിരക്കും വീട് പണിയും എല്ലാം കൂടി. എന്നാണ് കല്യാണം? 13-ാം തീയതിയോ 14-ാം തീയതിയോ? ജൂലൈ 11-ന് നിക്കാഹ്, 12-ന് നമ്മളെ ഭാഗത്ത്, 11-ന് നിക്കാഹ് ഓരോ ഭാഗത്ത്. ആ എന്റെ നിങ്ങളോടത്തെ കല്യാണം എന്നാ? അതിപ്പോ നമുക്ക് വരാൻ പറ്റുള്ളൂ. 12-ാം തീയതി. ജൂലൈ 12-ന് 5 മണി മുതൽ വൈകുന്നേരം 5 മുതൽ 10 മണി വരെ റിസപ്ഷന്. അത് എവിടെ വെച്ചിട്ടാ? അത് ഉസ്താദിനെ ഞാൻ വിട്ടു തന്നില്ലേനോ? അതിന്റെ ഇത് വിട്ടു തന്നില്ലേ അല്ലേ? കത്ത് വിട്ടു തന്നില്ലേനോ? കൊടുവള്ളി തന്നെയാണ്. വട്ടോളി. അപ്പൊ വട്ടോളി പറഞ്ഞ അവിടുന്ന് പോണ്ടേ? കൊടുവള്ളിന്ന് പോണോ? വട്ടോളി മെർസില എന്ന് പറഞ്ഞ ഹാളിലാണ്. അവിടുന്ന് കുറെ പോണോ വട്ടോളിക്ക്? 3 കിലോമീറ്റർ. 12-ാം തീയതി ഏതാ ദിവസം? 12-ാം തീയതി ശനിയാണ്. വരണേ ഇൻഷാ അല്ലാഹ്. ഇതില് കുറെ ആളുകൾ. ശരി എന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.